ഈ ഇളയ കുട്ടിയെ ഭയങ്കര സ്നേഹമായിട്ട് നോക്കിയ പയ്യനാണിത്. എപ്പോഴും ബുള്ളറ്റിലെടുത്തിരുത്തി കൊണ്ടുപോവുകയും ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുകയും അത് വീണ്ടും വീണ്ടും അവനെങ്ങനെ മകനെ പോലെ നോക്കിയ പയ്യനാണെന്നറിയും. എപ്പോഴും അനിയനെ നല്ല പ്രൊട്ടക്റ്റ് ചെയ്യണ ഒരു സ്വഭാവക്കാരനായിരുന്നു. ഈ പയ്യൻ അങ്ങനെ പുറത്തൊന്നും അങ്ങനെ വലിയ സഹകരണമുള്ള പയ്യനല്ല. പിന്നെ ഇവിടെ തിരക്കുമ്പോഴും നമ്മൾ വരുമ്പോഴും ഒരു പ്രശ്നങ്ങളുള്ളതായിട്ട് വേറെ ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഒരു 4-5 വർഷം കൊണ്ട് അവൻ്റെ കാര്യം നോക്കുന്നു, പോകുന്ന വീട്ടിൽ കയറുന്നു, വീട്ടിനകത്ത് വന്നാൽ വീട്ടിൽ നിന്ന് തന്നെ പുറത്ത് പയ്യന്മാരുമായിട്ടുള്ള സഹകരണം കാര്യങ്ങളും നോക്കും. പക്ഷെ ഒരു പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നതുമായി ബന്ധപ്പെട്ട് വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായതാണോ? നമ്മളിപ്പോൾ തിരുവനന്തപുരം വെഞ്ഞാറമൂടാണ് നിൽക്കുന്നത്. അരിങ്കൊല നടന്ന സംഭവ സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എന്തായാലും ഈ ഒരു കൊലപാതകം നടന്നതിൻ്റെ ഞെട്ടൽ മാറാതെ ഇരിക്കുകയാണ് ഈ നാട്ടുകാർ. അതുപോലെ ഈ നാട്ടുകാരോട് തന്നെ നമുക്ക് ചോദിക്കാം. ഞങ്ങൾ നാട്ടുകാരനാണ്. ഹസീന ഈ കുടുംബത്തിന്റെ റിലേറ്റീവ് ആണ്. ദാണ്ട് ഈ നിൽക്കുന്ന ഹസീന ബ്ലോക്ക് മെമ്പർ. ഹലോ, അറിയാം. പ്രശ്നമുണ്ടായെന്നും അറിയില്ല. ഇപ്പോൾ ഒരറിവ് കിട്ടിയിരിക്കണം, അതിൻ്റെ അമ്മയും മരിച്ചെന്നാണ് ഒരറിവ് കിട്ടിയിട്ടുള്ളത്. അത് എത്രത്തോളം വാസ്തവമാണെന്നറിയില്ല. അങ്ങനെ നമുക്കങ്ങനെ ഈ ഇളയ കുട്ടിയെ ഭയങ്കര സ്നേഹമായിട്ട് നോക്കിയ പയ്യനാണിത്. എപ്പോഴും ബുള്ളറ്റിലെടുത്തിരുത്തി കൊണ്ടുപോവുകയും ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുകയും അത് വീണ്ടും വീണ്ടും അവനെങ്ങനെ മകനെ പോലെ നോക്കിയ പയ്യനാണെന്നറിയും. പിന്നെ വേറെ പ്രത്യേകിച്ച് അവരങ്ങനെ കുഴപ്പക്കാർ പയ്യന്മാരല്ല. ഈ മൂത്ത പയ്യനായാലും കുഴപ്പക്കാരനല്ല. കൂടുതൽ അമ്മയായിട്ട് നല്ല അടുപ്പമുള്ള പയ്യനായിരുന്നു. അമ്മയായിട്ട് നല്ല സ്നേഹമാണ്. അമ്മയ്ക്ക് ക്യാൻസർ രോഗിയാണ്. അപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ബാങ്കിൽ പോവുകയും ഇപ്പോൾ അവർ റിക്കവർ ഇപ്പോൾ ചെയ്തു. ഇതൊരു ചെറിയ ആരോഗ്യ പ്രശ്നമുള്ളവരാണ്. നല്ല ഇതാണെന്നാണ് എൻ്റെ ഒരു അറിവ്. ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന വാർഡിലായിരുന്നു ഇവരാദ്യം താമസിച്ചിരുന്നത്. കുറ്റിമൂട് വാർഡിൽ തൊട്ടടുത്ത്. ഇപ്പോൾ പുറത്തോട്ട് മാറി. നല്ല കുട്ടികളായിരുന്നു. ഇനി ഇടയ്ക്ക് വെച്ച് ഒത്തിരി കടമൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ചികിത്സയുമായി ബന്ധപ്പെട്ട് വന്ന കടമായിരിക്കും. ഈ അമ്മയുടെ അമ്മയ്ക്ക് ക്യാൻസറോ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു അറിവ്. ഇപ്പം ഞാൻ ഇങ്ങോട്ട് മാറിയപ്പോൾ തന്നെ അവരുടെ ആരോഗ്യപരമായ കാര്യങ്ങൾ എനിക്ക് അറിയാൻ പറ്റിയിട്ടില്ല. ഇവിടെ വന്നിട്ട് ഒരു 10 വർഷമായി. പയ്യൻ എന്തോ ഇടയ്ക്ക് വെച്ച് അമ്മയും ഈ വിസിറ്റിംഗ് വിസയിൽ അമ്മയും ഈ 2 മക്കളും കൂടി പോയിരുന്നതായിട്ട് എനിക്കറിയാം. ഇത്രയും വലിയൊരു കടബാധ്യത വരാനുള്ള കാരണം? കടബാധ്യത എനിക്ക് എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. കടബാധ്യത അഥവാ ഇവിടെ പലരും പല സ്ഥലത്തായിട്ട് സംസാരിക്കുന്നുണ്ട്. കടബാധ്യത ഉണ്ടെങ്കിൽ തന്നെയും ചികിത്സയുമായി ബന്ധപ്പെട്ടായിരിക്കാനാണ് സാധ്യത. എങ്ങനെയുള്ള സ്വഭാവക്കാരനായിരുന്നു ഈ ഒരു? അവനങ്ങനെ നമ്മൾ കൂടുതൽ അവനെ പുറത്തൊന്നും അങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ മറ്റുള്ള പയ്യന്മാരെ പോലെ ഇറങ്ങി നടക്കുന്ന പയ്യനൊന്നും അല്ലായിരുന്നു. പിന്നെ ഒരു ശാന്തനാണ്. അപ്പുറത്തൊരു ഈ വണ്ടി കഴുകുന്ന സ്ഥലമുണ്ടല്ലോ, സർവീസ് സ്റ്റേഷൻ. ആ സർവീസ് സ്റ്റേഷനിൽ വണ്ടി കൊണ്ടുപോവുകയും അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പോവുകയും അങ്ങനെ ഇതാണ്. പിന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച പള്ളിയിൽ പോയിരുന്നു അനിയനെയും കൊണ്ട്. എപ്പോഴും അനിയനെ നല്ല പ്രൊട്ടക്റ്റ് ചെയ്യണ ഒരു സ്വഭാവക്കാരനായിരുന്നു. എപ്പോഴും അനിയനെയും കൊണ്ടാണ് ബൈക്കിൽ കൊണ്ടുപോവുകയും അനിയനെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുകയും അനിയനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരു പയ്യനായിട്ടാണ് എൻ്റെ ഒരു അറിവ്. മിലിറ്ററി വാർഡിലെ മെമ്പറാണ്. പക്ഷേ ഇദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ള ഈ അഫ്സാൻ, ഈ പയ്യൻ അങ്ങനെ പുറത്തൊന്നും അങ്ങനെ വലിയ സഹകരണമുള്ള പയ്യനല്ല. പിന്നെ ഇവിടെ തിരക്കുമ്പോഴും നമ്മൾ വരുമ്പോഴും ഒരു പ്രശ്നങ്ങളുള്ളതായിട്ട് വേറെ ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഇവിടെ വരുമ്പോൾ തന്നെ അറിയുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ഉമ്മ ഇപ്പോൾ ഇത് ഈ പറഞ്ഞതുപോലെ തന്നെ ആശുപത്രി കൊണ്ടുപോകുന്നതും ഈ അനുജൻ്റെ കാര്യത്തിലൊക്കെ ഇത് തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും ഇവിടെ നാട്ടുകാർക്കും എല്ലാം അറിയാമെന്നുള്ളത് തന്നെ. വേറെ പ്രത്യേകിച്ച് സ്വഭാവത്തിലുള്ള മാറ്റമുണ്ടോ അങ്ങനെയുള്ള ഒന്നും തന്നെ നമുക്ക് അറിഞ്ഞില്ല. ഇപ്പോൾ ഓരോ ഈ പ്രശ്നങ്ങൾ നടന്നപ്പോഴാണ് പലതും ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ ഓരോരുത്തർ പറയുന്നത്. വേറെ കടബാധ്യത ചെറുതായിട്ട് പറയുന്നുണ്ട്. ആ വരുത്തി വെച്ച കടബാധ്യത ഇങ്ങനെയൊക്കെ പറയും. ബാക്കി വിശദമായി നമുക്കൊന്നും ഇനിയൊക്കെ അത് അറിയാൻ പറ്റുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ വേറെ ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പിതാവ് എങ്ങനെയായിരുന്നു? പിതാവിനെ കുറിച്ച് എന്ന് പറയുന്നത് അവര് കൂട്ടുകാരെ പോലെയാണ്. രണ്ടും വെക്കേഷൻ ടൈമിനൊക്കെ ഇവരങ്ങ് പോവേണയാണ്. കുറേ കാലമായി വാപ്പ ഇവിടെ വന്നിട്ടുണ്ട്. എൻ്റെ 3ാമത്തെ വീടാണ്. ഞങ്ങളുടെ ബ്രാഞ്ച് സെക്രട്ടറി. അപ്പം ഇപ്പം കുറേ കാലം കൊണ്ട് ഇവൻ പുറത്ത് പിള്ളേരെടുത്ത് സഹകരണമൊന്നുമില്ല. കുറേ നാളാകും. അല്ലെങ്കിൽ പുറത്ത് ഒക്കെ പിള്ളേരുമായിട്ടൊക്കെ സഹകരണമൊക്കെ ഉണ്ടായിരുന്നു.
ഇപ്പോൾ ഒരു 4-5 വർഷം കൊണ്ട് അവൻ്റെ കാര്യം നോക്കുന്നു, പോകുന്ന വീട്ടിൽ കയറുന്നു, വീട്ടിനകത്ത് വന്നാൽ വീട്ടിൽ നിന്ന് തന്നെ പുറത്ത് പയ്യന്മാരുമായിട്ടുള്ള സഹകരണം കാര്യങ്ങളൊന്നും ഇല്ല. ഇത് അങ്ങനെ ഒരു പയ്യനാണ്. പക്ഷേ ഈ പറയുന്ന രീതിയിൽ മാനസിക പ്രശ്നങ്ങളുള്ള ഒരു പയ്യനാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷെ ഇത് ഇപ്പം ഈ വീട്ടിനകത്തായതിനു ശേഷം എങ്ങനെയാണെന്ന് കുറിച്ച് അറിയില്ല. പുറത്ത് നമ്മളെ കാണുമ്പോൾ സഹകരിക്കുമ്പോഴൊന്നും അവന് വേറെ കുഴപ്പങ്ങളൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. പക്ഷെ ഒരു പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നതുമായി ബന്ധപ്പെട്ട് വീട്ടിൽ നിന്ന് അങ്ങനെ പ്രശ്നം ഉണ്ടായതാണോ എന്നറിയില്ല. പിന്നെ ഈ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് നേരത്തെയൊക്കെ ചെറുതായിട്ടുള്ളത് തന്നെ. ഈ പരിസരത്തൊക്കെ അങ്ങനെ ഒരു സംഭാഷണമുണ്ട്, അത്രേ ഉള്ളൂ. കടം കൂടുതൽ വരാൻ വഴിയില്ല. കാരണം ബാപ്പയോട് സ്വന്തമായിട്ട് കട എന്തൊക്കെയാണ്. പിന്നെ അവർ 3 മാസത്തിൽ വെക്കേഷൻ ടൈമിനൊക്കെ ഇവർ അങ്ങോട്ട് പോവുകയാണ് കൂടുതൽ. അവിടെ കടയിൽ ഒറ്റയ്ക്കായതുകൊണ്ട് അല്ല, പിന്നെ ഇവനും പോയി കടയിൽ അവിടെ നിൽക്കും എന്നുള്ള അവസ്ഥയിലാണ്. സ്വന്തമായിട്ട് കടയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ രീതിയിലാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത്. ഇനി അതുമായി ബന്ധപ്പെട്ട് അവിടെ കടങ്ങൾ വല്ലതും വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നറിയില്ല. അപ്പോൾ ഒന്നിപ്പോൾ ഒരു ചാനലിൽ പറയണമായിട്ടു പോലീസ് വിളിച്ചപ്പോൾ അവന് പിന്നെ അങ്ങനെ ചെറിയ എല്ലാവർക്കും ഉള്ള പോലെയുള്ള കടങ്ങളേ ഉള്ളൂ, അങ്ങനെ ഈ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാകാത്ത രീതിയിലുള്ള കടങ്ങളേ ഇല്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഈ സംഭവം നടക്കുക പോലീസ് വരുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പം ഞാനിവിടെ ഉണ്ട്. പോലീസ് വരുമ്പോൾ പോലീസ് വന്ന് ചവിട്ടി പൊളിക്കുന്നു, അകത്ത് കയറുന്നു. അപ്പോഴത്തന്നെ ആംബുലൻസിനെ വിളിക്കാൻ പറ്റുന്നു, ആംബുലൻസ് വിളിക്കുന്നു. നമ്മൾ നിൽക്കുക തന്നെ 3 പേരെ കൊണ്ടുപോകുമ്പോൾ തന്നെ പോലീസ് പറയുന്നതായിട്ട് 2 പേര് മരണപ്പെട്ടിട്ടുണ്ട് എന്ന് പറയണം. തള്ള മാത്രമേ കൊച്ചിറക്കം രക്തത്തിൽ കുളിച്ചാണ് കൊണ്ടുപോയത്. മറ്റേ കുട്ടിയും അത് തന്നെ. അത് ആരാണെന്ന് നമുക്ക് അപ്പോഴേ തന്നെ അറിയില്ലായിരുന്നു. അവിടെ ആകെ നമ്മൾ പറയുന്ന മൂത്ത 3 പേരേ ഉള്ളൂ, 3 പേരേ ഈ വീട്ടിലുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെയല്ല, അവൻ അവിടെ പറഞ്ഞിരിക്കുന്നു 3. അപ്പോൾ പോലീസുകാർ നോക്കിയാൽ മുകളിലത്തെ മുന്നിൽ ഒരു കസേരയിൽ ഇരിക്കുന്ന രീതിയിലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ 3 പേരെയും അപ്പോഴത്തന്നെ കൊണ്ടുപോയി. ഞാൻ അവിടെ ഡോക്ടറുമായി ബന്ധപ്പെട്ടപ്പോൾ ഡോക്ടർ പറഞ്ഞെന്ന് പറഞ്ഞാൽ 2 പേര് മരണപ്പെട്ടു, തള്ള ആ സമയത്ത് ജീവനുണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് ഭവനത്തിലെ ഡോക്ടർ വിളിച്ചപ്പോൾ പറഞ്ഞത്. എന്തായാലും ഇവിടെയുള്ള നാട്ടുകാരും ബന്ധുക്കളും എല്ലാവരും തന്നെ വളരെ ഞെട്ടലോടുകൂടിയാണ് ഈ ഒരു വാർത്ത കേട്ടിരിക്കുന്നത്. അഫാൻ ഒരു പ്രത്യേക സ്വഭാവക്കാരനായിരുന്നു. മറ്റുള്ള സുഹൃത്തുക്കൾ, അതായത് ഈ നാട്ടിലുള്ള ഇതേ വയസ്സിലുള്ള സുഹൃത്തുക്കളുമായി സൗഹൃദം പുലർത്താൻ അത്തരത്തിലുള്ളൊരു പ്രവണതയുള്ളൊരു ആളല്ല എന്നാണ് വാർഡ് മെമ്പർ ഉൾപ്പെടെ നമ്മളോട് വിശദീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു വളരെ ഞെട്ടിപ്പിക്കുന്നൊരു വാർത്തയാണ് തലസ്ഥാനത്ത് നിന്നും ഇപ്പോൾ പുറത്ത് വരുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.